പ്രിയമുള്ളവരെ, പള്ളുരുത്തിയിലെ ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിൽ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടി ഹിജാബ് ധരിച്ചെത്തി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര പ്രശ്നമൊക്കെ നടന്നു. സ്കൂൾ അടച്ചിടേണ്ടി വന്നു. റീഓപ്പൺ ചെയ്തോന്നറിയില്ല. പക്ഷേ പലരും കമൻറ്റിലൊക്കെ കണ്ടു, ഇപ്പം നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ കുഞ്ഞിനെ ഹിജാബ് ധരിപ്പിക്കണം, നിർബന്ധമാണെങ്കിൽ മറ്റൊരു സ്കൂളിലേക്ക് കൊണ്ട് ചേർക്കരുതോ, സ്കൂളാകുമ്പോൾ സ്കൂളിൻ്റെ റെഗുലേഷൻസൊക്കെ പാലിക്കണം. അപ്പോൾ സ്കൂളുകാർ പറയണു സ്കൂളാകുമ്പോൾ സ്കൂളിന് റെഗുലേഷൻസ് ഉണ്ട്, അതെല്ലാവരും പാലിച്ചേ പറ്റൂ. ഒക്കെ ശരി തന്നെ. ഇപ്പം എനിക്ക് തോന്നിയ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞോട്ടെ. കാലങ്ങളൊക്കെ ഒരുപാട് മാറി. നമ്മൾ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ആൾക്കാരെ അതേ രീതിയിൽ അങ്ങ് അംഗീകരിക്കാൻ ശ്രമിക്കുക. എന്താണ് നിങ്ങൾ ഈ റൂളും റെഗുലേഷനും? ഞാനൊരു ക്രിസ്ത്യനാണ്. എൻ്റെ മതത്തെ ഞാൻ പൊക്കി പിടിച്ച് പറയുകയല്ല. എല്ലാവരും ഈക്വലാണ് എന്നൊരു ചിന്താഗതിക്കാരിയാണ് എനിക്ക്. ഇപ്പോൾ അവർക്ക് അവരുടെ മകളെ ഹിജാബ് ധരിപ്പിക്കണം എന്ന് നിർബന്ധമാണെങ്കിൽ അവർ ധരിപ്പിക്കട്ടെ. ആ കുട്ടി തലയിൽ ഒരു ഷോൾ ഇടുന്നതുകൊണ്ട് എന്താ ഇത്ര സംഭവിക്കാൻ പോകുന്നത്? എന്ത് യൂണിഫോമിറ്റിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്? ഇത് ഇത്ര വലിയ വിഷയമാക്കണം? ഇതാണോ ഒരു സ്കൂളിൻ്റെ വിഷയമെന്ന് പറയുന്നത്? നമ്മുടെ മക്കൾ നന്നായി പഠിക്കുക, അതാണ് വിഷയം. വസ്ത്രധാരണമൊക്കെ യൂണിഫോം ഉണ്ട് അവിടെ, പക്ഷേ ആ കുട്ടി ഒരു ഷോള് തലയിലിടുന്നു. അതിന് ഇത്രമാത്രം പുകിലുണ്ടാക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? അംഗീകരിക്കുക. മറ്റൊരു സമുദായത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അവരുടെ മതപരമായിട്ടുള്ള ചടങ്ങുകളിലൊന്നും നിങ്ങൾ പങ്കെടുക്കാൻ പോകണ്ട. തലയിലൊരു തുണി ഇട്ടു, അതവർക്കൊരു നല്ല കാര്യമാണ്, അവർക്കത് പുണ്യമായിട്ട് അവർ ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലാണ്ട് ഒരു രസത്തിന് ചെയ്യുന്നതല്ല. ആ കുട്ടി വേണേൽ പുറത്തു പോകുമ്പോഴൊക്കെ തലയിൽ തുണി ഇടുന്നതായിരിക്കാം. മുസ്ലിം കൾച്ചറാണത്. എനിക്ക് പല മുസ്ലിം ഫ്രണ്ട്സുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒരു സ്ഥലത്തെത്തുമ്പോൾ നമ്മൾ കാലം ഒരുപാട് മാറി. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇതുപോലുള്ള ഇത്രയും കർക്കശമായിട്ടുള്ള നിലപാടുകളൊക്കെ ആൾക്കാർക്കുണ്ടായിരുന്നു എന്നറിയില്ല. പക്ഷെ കാലം മാറി, അതനുസരിച്ച് ആൾക്കാരുടെ രീതി മാറി. വലിയ പ്രശ്നങ്ങളൊന്നും ആ കുട്ടി അവിടെ ഉണ്ടാക്കിയില്ലല്ലോ. ഈ തലയിൽ തുണിയിടുക മാത്രമല്ലേ ചെയ്തുള്ളൂ. അതിന് ഇത്ര വലിയൊരു പുകിലുണ്ടാക്കണോ? എനിക്കറിയാൻ പറ്റുന്നില്ല. ഇതുപോലെ തന്നെ ഒരുപാട് റൂൾസ് എന്നൊക്കെ പറയുമ്പോൾ സ്കൂളിൻ്റെ റൂൾസ് മാന്യമായി വസ്ത്രം ധരിച്ച് യൂണിഫോം ഇട്ട് വരിക, ഓക്കെ. അപരിഷ്കൃതമായിട്ടുള്ള രീതികളിലേക്ക് പോകുമ്പോൾ പ്രതികരിക്കുക. ഇതെന്താണ് തലയിലൊരു തുണി ഇട്ടു എന്ന് പറഞ്ഞൊരു ഷോൾ ഇട്ടെന്ന് പറഞ്ഞിട്ട് അതിന് എത്ര വലിയൊരു പുകില്? എന്തുവാണത്? ഈ വിദ്യാസമ്പന്നരായ ആൾക്കാരൊക്കെ തന്നെയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഘോരം ബാധിക്കുന്നത്. പലരുടെ അഭിപ്രായം എനിക്ക് മറ്റൊരു സ്കൂളിലേക്ക് അങ്ങ് പൊക്കൂടെ എന്നുള്ളതാണ്. ഒരാളെ കൂടെ നിർത്താനായിട്ടല്ല ശ്രമിക്കുന്നത്, ഓടിച്ചു വിടാനായിട്ടാണ്, അല്ലേ? വൈവിധ്യങ്ങളുണ്ട് നമുക്ക്, അത് അംഗീകരിക്കുക. ആൾക്കാർ അവരുടെ ആ രീതിയിൽ അംഗീകരിക്കുക. ആ കുട്ടി യൂണിഫോം ഇട്ടിട്ടുണ്ട്, എന്നിട്ടും